സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തിക നിർണയ നടപടികൾ കൂടുതൽ സുതാര്യവും കൃത്യവുമാക്കുന്നതിനായി 2013 നവംബർ 29 ഉത്തരവ് പ്രകാരം UID അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. വ്യാജ അഡ്മിഷൻ വഴി പൊതു ഖജനാവിൽ ഉണ്ടാകുന്ന വൻ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നയപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. 6ാം പ്രവൃത്തി ദിനത്തിൽ പ്രവേശനം നേടുന്ന UID ഉള്ള കുട്ടികളുടെ എണ്ണമാണ് തസ്തിക നിർണയത്തിന് പരിഗണിക്കേണ്ടതെന്ന് 2022 KER ചട്ടഭേദഗതിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഈ തസ്തിക നിർണയ രീതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിവിധ ഘട്ടങ്ങളിൽ ശരിവച്ചിട്ടുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് സാധുവായ UID ലഭ്യമാണ്. എങ്കിലും UID ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിടത്തും കുട്ടികൾക്ക് പ്രവേശനമോ മറ്റ് ആനുകൂല്യങ്ങളോ നിഷേധിക്കുന്നില്ലെന്നും ഈ നിബന്ധന തസ്തിക നിർണയത്തിന് മാത്രമാണെന്നും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. UID ലഭിക്കുന്നതിനുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ പരിഗണിച്ച് തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ഇൻവാലിഡ് ആയ UIDകൾ വാലിഡാക്കി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി 2025 ആഗസ്റ്റ് മാസം 20 വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ജൂലൈ മാസം 14 വരെ വാലിഡ് UID ലഭിച്ചവർക്കും അപേക്ഷിച്ചിട്ടും എൻറോൾമെൻറ്റ് ID മാത്രം ലഭിച്ചവർക്കും ഇളവ് നൽകിക്കൊണ്ട് ഇന്നലെ 4/2/2026 പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം 2025-26 അധ്യയന വർഷത്തെ തസ്തിക നിർണയ നടപടികൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിലൂടെ PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം കാത്തിരുന്നവർക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ വേഗത്തിൽ ലഭ്യമാവും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 24,400 പേർക്ക് PSC വഴിയും 15,514 പേർക്ക് എയ്ഡഡ് സ്കൂളുകളിലും നിയമനം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്.